ഹായ് ഗായ്സ്. ഞങ്ങൾ അടിവാരത്തെ പള്ളിയിലെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മലയാറ്റൂർ ഇനി അവിടെ നിന്ന് കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ പള്ളിയിലോട്ട് കയറുവാൻ പോകുവാണ്. കാരണം ഞങ്ങൾ ഓശാനയുടെ കുർബാന കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുർബാന കൂടാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും പകുതിയായി കുർബാന. ഞങ്ങളിപ്പോൾ കുരുത്തോല അന്വേഷിച്ചെടുക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ കുർബാന മൊത്തത്തിൽ കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് കുരുത്തോല കിട്ടുള്ളൂ എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കി അവിടെ ചോദിച്ചപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ അവിടെയുള്ള വ്യൂ കണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പോകുവാണ്. കാരണം മലയാറ്റൂർ കുറച്ച് വെയിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും മല കയറാൻ വേണ്ടിയിട്ട്. സോ അതിന് മുന്നേ ഞങ്ങൾ ഇവിടെ എല്ലാ കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് മല ഇറങ്ങി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഇങ്ങോട്ട് കയറാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുവാണ്. മല കയറാൻ പോകുന്നതിന് മുന്നേ തന്നെ തൊട്ട് പള്ളിയുടെ അടുത്തായിട്ടൊരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ചായയും സ്നാക്സ് എല്ലാം കഴിച്ച് കുറച്ചുകൂടെ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ടും നല്ലപോലെ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പോവുകയാണ് മലയാറ്റൂരിലേക്ക്. ഇനി അവിടെ നിന്ന് ആദ്യം കുറച്ചേ ഉള്ളൂ. അപ്പോൾ പുറകിൽ അവർ വരുന്നുണ്ട് കാറിന്. അപ്പോൾ അവരും ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും ശരിക്കും സന്തോഷിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഇനി അവിടെ എത്തുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. നമുക്കൊരു കിടിലൻ ഡ്രൈവറിനെ കിട്ടിയത്. ഗോയിങ് സോ ഫാസ്റ്റ് ആൻഡ് കുറെ കുഴികൾ ചാടുന്നുണ്ട്. ഈ ചേട്ടൻ ഞാൻ കാണിച്ചു തരാം. ആ ചേട്ടനെ കുറച്ച് വെയിറ്റ് ചെയ്യണം. ബിക്കോസ് ഹി ഈസ് ഡ്രൈവിംഗ്. എന്തൊക്കെ അറിയണോ ഈ ചേട്ടന്? ഇതാണ് ഞാൻ പറഞ്ഞ ചേട്ടൻ. കാറ് തിരിച്ചും മറിച്ചു കൂടി. ഇത് വ്ളോഗ, ഇത് ഫുൾ വ്ളോഗാണ്. അവരെവിടെ പോയി? പോരെ പോരെ. എന്തൊരു സന്തോഷം. കുരിശന്റെ തോളിലേറ്റാ നമ്മ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല. കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴാണ് ഗായ്സ് എത്താൻ പറ്റിയത്. ഭയങ്കര പാടാറുണ്ടാവും ഇവരൊക്കെ. ആക്ഷൻ നിർത്തനായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും
ഷാൻഡ്രി അങ്ങനെ ഞങ്ങൾ മല കയറി ഇറങ്ങി തിരിച്ച് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങളൊരു അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു സ്പോട്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബട്ട് ഇറ്റ്സ് സോ നൈസ്. ഞാൻ കാണിച്ചു തരാം. പക്ഷേ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട് നമുക്ക് ഇങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നമ്മൾ അവിടെ നിന്ന് ചാടി വേണം വരാൻ വേണ്ടിയിട്ട്. ആൻഡ് ചാടി വരുമ്പോഴേക്കും കാണുന്നത് ഇങ്ങനൊരു സ്പോട്ടാണ്. കാരണം കാലിപ്പോൾ നമുക്ക് നല്ലപോലെ വേദന ഉള്ളതുകൊണ്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് റിലാക്സായി നല്ല ഇപ്പോൾ നമുക്ക് എനിക്ക് കാലുവേനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാലുവേനയൊക്കെ മാറി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കാലിട്ടായിരുന്നപ്പോൾ നല്ല റിലാക്സേഷൻ കിട്ടുന്ന ഒരു സ്പോട്ടായിരുന്നു. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് എൻ്റെ കുറച്ച് വീഡിയോസിനൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുകൂടാതെ തന്നെ ചില വീഡിയോസിനൊക്കെ വോയിസും ഉണ്ട്. ആൻഡ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടതൊക്കെ കുറച്ച് അപാകതകൾ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ടാണ്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആൻഡ് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് സപ്പോർട്ടീവായിട്ട് കുറേ പകുതി എത്തിയപ്പോഴേക്കും കുറേ ഡിവോഷണൽ സോങ്സ് ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് കൂടുതൽ മല കയറാൻ പറ്റി. അതാണ് വലിയൊരു അനുഗ്രഹം. പിന്നീട് എനിക്ക് അത്ര ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നിയില്ല. ആൻഡ് അടിപൊളിയായിട്ട് പ്രാർത്ഥിച്ച് ഒക്കത്തെത്തി. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് എനിക്ക് കാണിച്ചു വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് വീഡിയോ. സോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക്, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ.